ഫ്രണ്ട്സ് നമ്മളെ വേണ്ടി വാങ്ങിച്ച പോലെ ഇപ്പോൾ വരെ ചെയ്ത എല്ലാ പണികളുടെയും വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ കാണാത്തവരെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഹായ് മച്ചാമാരെ, എല്ലാവരും ചോദിക്കാറുള്ള കേസാ നമ്മുടെ 800 എന്തായെന്ന്. കാരണം കുറേ നാൾ നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു ഇതിൻ്റെ, പിന്നെ ഒരു അനക്കവുമില്ല. ഇപ്പോൾ ഒരു 1.5 വർഷമാകാൻ പോവുക നമ്മൾ വണ്ടി ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട്. ബാക്കി അപ്ഡേഷൻ ഒന്നും തരാൻ പറ്റിയിട്ടില്ല, കാരണം കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ എന്തായാലും ഇതാണ് ബാക്കി ഉള്ള വീഡിയോ. മൊത്തമായിട്ട് നമ്മുടെ അടുത്തില്ല, കാരണം ടെസ്റ്റ് ചെയ്യാൻ സമയം തീരെ കുറവായിരുന്നു. കറക്റ്റ് ഒരു 10 ദിവസം ഉള്ളപ്പോഴാണ് നമ്മൾ വണ്ടി വർക്ക് ചെയ്യാൻ കയറുന്നത്. ആരും വണ്ടി വർക്ക് ചെയ്യാൻ എടുത്തില്ല. ലാസ്റ്റ് ഒരു പരിചയക്കാരൻ്റെ കെയർഫിൽ ഒരാളെ കിട്ടി. അപ്പോൾ ആൾ വണ്ടി പെയിൻറ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വണ്ടി മൊത്തം കയറ്റി ഇഷ്ടം പോലെ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വണ്ടി പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാട്ടോ ഈ കാണുന്നത്. ഓൾമോസ്റ്റ് ഒരു കോട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ അറിയാലോ, മൊത്തം ഇൻറ്റീരിയർ ചെയ്യാനുണ്ട്. ഇനിയുള്ള വർക്ക് ഇൻറ്റീരിയർ ആട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. ആ പെയിൻറ്റിങ് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് തീർന്നില്ല, കാരണം പാച്ച് വർക്ക് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ ഇതൊക്കെ ഒരു ദിവസത്തെ വർക്കല്ല, ഇത് പല ദിവസമായിട്ട് എടുത്ത വീഡിയോ കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റ്, അതുപോലെ ഇൻഡിക്കേറ്റർ, ബീഡിങ് ഇതെല്ലാം മാറാനുണ്ടായിരുന്നു. നമ്മുടെ ആ ഗ്ലാസിൻ്റെ ബീഡിങ്, അതുപോലെ ഫ്രണ്ട് വരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ മൊത്തമായിട്ട് മാറിയില്ല, ഗ്ലാസ്സേ മാറിയുള്ളൂ. അപ്പോൾ നല്ല എമൗണ്ട് ആയിട്ടോ, ഇത് തന്നെ 2720 രൂപയായി. അതുപോലെ നല്ല എമൗണ്ട് ആയിട്ടുണ്ട് ടെസ്റ്റ് ചെയ്തത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ നിന്നില്ല. മാക്സിമം റേറ്റ് വെച്ച് നമ്മൾ ചെയ്യിക്കാൻ നോക്കിയേ. ഈ പെയിൻറ്റിങ് തന്നെ എനിക്ക് തോന്നുന്നു, പെയിൻറ്റിങ്ങും പാച്ചവർക്കും തന്നെ എന്താണ്ട് ഒരു 17 രൂപ അടുത്തായിട്ടുണ്ട്. പാച്ചവർക്കും പെയിൻറ്റിങ്ങും മാത്രം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ സംഭവമൊക്കെ മാറിയിട്ടോ, അവിടെയൊക്കെ മൊത്തം പൊട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ ആ പീസ് നമ്മൾ മൊത്തമായിട്ട് മാറി. ഇനിയിപ്പോൾ ഉള്ളത് ഇൻറ്റീരിയറാണ്. കാരണം ഇൻറ്റീരിയറിൻ്റെയൊക്കെ പോലെ നോക്കി, ഇതുപോലെ കിടന്ന ഇൻറ്റീരിയറാണ്. നമുക്കിനി അതിൻ്റെ അകത്ത് സീറ്റ് കവർ ചെയ്യണം, അതുപോലെ ഫ്ലോർ മാറ്റ് ചെയ്യണം, ഇതെല്ലാം ചെയ്യാനുണ്ട്. എല്ലാം എനിക്ക് പറ്റിയ മണ്ടത്തരമാണ്. ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത് 2 ദിവസം കൊണ്ട് പാച്ച് വർക്ക്, 2 ദിവസം പെയിൻറ്റിങ്, ബാക്കിയുള്ള 2 ദിവസം പിന്നെ ടെസ്റ്റ്, അത് ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ വർഷത്തിലും തിരക്കായിപ്പോയി. അല്ലെങ്കിൽ നേരത്തെ കൊണ്ട് കയറ്റിയാനേ വണ്ടി. അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചോടെ നമുക്ക് തീർക്കാൻ പറ്റി. ആ ടെസ്റ്റിൻ്റെ അന്ന് രാവിലെ വണ്ടി പണിതിട്ടാണ് ടെസ്റ്റിന് കൊണ്ടുവന്നത്, കാരണം ലൈറ്റൊന്നും തെളിയില്ലായിരുന്നു. അങ്ങനെ വണ്ടി നമ്മൾ ടെസ്റ്റിന് കൊണ്ടുവന്നു. ഇത്രയും വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ വണ്ടി കിടക്കുക കണ്ടോ. വണ്ടി സെറ്റായിട്ടോ. നമ്മൾ ആദ്യം ബ്ലാക്ക് ഉദ്ദേശിച്ചത്, പിന്നെ അതിനൊക്കെ പണി കൂടുതലായ കാരണം വണ്ടി വൈറ്റ് തന്നെ ആക്കി. വണ്ടി ഫുൾ റെഡിയാക്കി കേട്ടോ, നീറ്റ് വണ്ടിയായി. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും നോക്കും. അതുപോലെ വണ്ടി നീറ്റായിട്ടുണ്ട്. കാരണം സമയം കുറച്ചാണെങ്കിൽ നമ്മൾ എല്ലാം വൃത്തിയോടെ ചെയ്തേക്കുന്നത്. ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ടെസ്റ്റിംഗ് ആണ് ടാസ്ക്. അപ്പോൾ രാവിലെ നമ്മൾ കൊണ്ട് ഇൻഡിക്കേറ്ററൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതൊന്ന് വർക്ക് ചെയ്യില്ലായിരുന്നു. ഇൻഡിക്കേറ്റർ, അതുപോലെ ബ്രേക്ക് ലൈറ്റ്, പിന്നെ റിവേഴ്സ് ലൈറ്റ്, ഹെഡ് ലൈറ്റ്, ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഇൻസ്പെക്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റ് ചെയ്യാൻ ഞാനല്ല പോയേ, കസിനാണ് പോയേ. ലാസ്റ്റ് ഇപ്പോൾ സമയമില്ലാത്തവരണം എല്ലാം തല്ലിക്കൂട്ടി ഒപ്പിക്കുക ചെയ്തേ. കുറേ വീഡിയോ അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, മിസ്സായി പോയിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോ വണ്ടിയുടെ ടെസ്റ്റ് ചെയ്യേണ്ട ഏതാണ്ട് 1.5 വർഷം ആവാറായിട്ടോ. പിന്നെ ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും നോക്കി, ഇപ്പോഴും വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം വണ്ടി കുറേ ഉപയോഗിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും വലിയ ഉപയോഗമല്ല, എങ്കിലും ചെറിയ കുറേ ഉപയോഗങ്ങൾ വണ്ടിക്കകത്തുണ്ടായിരുന്നു. എന്നിട്ട് പോലും വണ്ടി വലിയ കുളമായിട്ടില്ല. പക്ഷേ പെയിൻറ്റിൽ കണ്ടോ കറുത്ത പാറുണ്ട്. അതിന് പോണെങ്കിൽ പോളിഷ് ചെയ്യണം കേട്ടോ. കഴുകിക്കഴിഞ്ഞാൽ പോവില്ല, അത് വലിയ മുടക്കാവൊന്നുമില്ല. അതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയറൊക്കെ ആണെന്ന് നോക്കി നീറ്റാട്ടോ. നമ്മളത് ചെയ്തപ്പോൾ ഉള്ള ക്വാളിറ്റി ഇപ്പോഴും ഉണ്ട്. അത്യാവശ്യം വിലയുള്ള സീറ്റ് കവർ ചെയ്തേക്കുന്നത്, അതുകൊണ്ടായിരിക്കാം അതൊന്നും പോയിട്ടില്ല. ഫ്ലോർ മാറ്റും പോയിട്ടില്ല. അപ്പോൾ ബേസിക്കായുള്ള എല്ലാ സംഭവം നമ്മൾ വണ്ടി ചെയ്തിട്ടുണ്ട്. ഡോർപ്പാട് കാര്യങ്ങൾ എല്ലാം നീറ്റായിട്ടോ. ടയർ എന്നാലും മാറിയിട്ടോ. സെക്കൻഡ് ടയർ വാങ്ങിച്ചിട്ട് പഴയ ടയർ മൊത്തം പോയായിരുന്നു. നാല് ടയറാട്ടോ. ആ സെക്കൻഡ് ടയർ വാങ്ങിയാൻ കാരണം വേറൊന്നുമില്ല. ഇനി നമുക്കിപ്പോൾ അലോയൊക്കെ മാറുമ്പോഴത്തേക്കും പിന്നെയും ടയർ വാങ്ങിക്കണം. അതാണ് സെക്കൻഡ് മാറിയത്. ബാക്കിലേക്ക് വന്നാലും കുറേയൊക്കെ വൃത്തിയായിട്ടുണ്ട്. കുറച്ചൊക്കെ ചെയ്യാനുണ്ട് ബാക്കി. ഇനി എങ്കിലും സൈഡൊക്കെ നോക്കി തുരുമ്പായിരുന്നു, അവിടെയൊക്കെ വൃത്തിയായിട്ടുണ്ട്. ഇനി വണ്ടിക്ക് മൊത്തം മുടക്കായത് പെയിൻറ്റിങ്ങും പാച്ച് വർക്കും മാത്രം 15,000 രൂപ ആയിട്ടുണ്ട്. അതുപോലെ സ്പെയറൊക്കെ വാങ്ങിച്ചത് 3,000 രൂപ, അതിന് 20,000 രൂപ. പിന്നെ ടാക്സ് നമ്മൾ പണ്ട് അടച്ചതായിരുന്നു, അതുകൊണ്ട് അത് ഇപ്പോൾ അടയ്ക്കേണ്ടതൊന്നുമില്ല. ടെസ്റ്റിംഗ് ഫീസ് 3,000 രൂപ, 23,000 രൂപ. പിന്നെ നമ്പർ പ്ലേറ്റ് അല്ലാണ്ട് സംഭവങ്ങളെല്ലാം കൂടി ഒരു 2,500 രൂപ. അങ്ങനെ 25,500 രൂപ നമുക്ക് മൊത്തം മുടക്കായിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മൾ ടയർ പിന്നെ മാറിയിട്ടുണ്ട്. അതിൽ കൂടുതൽ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അതിനെ കൂട്ടുവാണെങ്കിൽ എന്തായാലും ഒരു 30 രൂപ അടുത്ത് മൊത്തം ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വേറെ 800 വാങ്ങിക്കാം ആ പൈസ ഉണ്ടെങ്കിൽ, ഒരു പഴയ മോഡൽ. അപ്പോൾ ഇത്രയും രൂപ മൊത്തമായിട്ടുണ്ട്.